അടുത്ത റിപ്പോർട്ടിലേക്കാണ്. CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു UDFിലേക്ക് ഇന്ന് സൂചന. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച് CPIM നേതാക്കൾക്കെതിരെ പരാതി നൽകും. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം CPIM തള്ളി. CPIM DYFI നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമാണ് കലാരാജു ആവർത്തിക്കുന്നത്. CPIM ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം തള്ളിയ കലാരാജു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റിയെന്നും വസ്ത്രം വലിച്ചു കീറുകയും കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചു. നമ്മൾ ഒരുപാട് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്രയും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി, പിന്നെ ഒരു DYFIയുടെ സഹാവ് വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവർ അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കാല് എന്നെ ഡോർ, അപ്പോൾ പറഞ്ഞു കാലവിടെ ചെന്നിട്ട് വെട്ടിത്തരാടി എന്ന് പറഞ്ഞു എന്നോട്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം പോലീസും കൂട്ടുനിന്നതായി കലാരാജു ആരോപിച്ചു. 25 വർഷമായി തുടരുന്ന പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനാണ് തീരുമാനം. UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ആലോചിക്കുമെന്നും കലാരാജു വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തട്ടിക്കൊണ്ടുപോകലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ DYSPയോട് വിളിച്ച് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ആരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്? തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ. എന്നിട്ട് അവരോട് അവരുടെ മൊഴി വരെ ഇതുവരെ ഒപ്പിട്ട് മേടിച്ചിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന ഈ നാണം കെട്ട പോലീസ്. ആരോപണം തള്ളിയ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്ന വിചിത്രവാദവുമായി രംഗത്തെത്തി. രാവിലെ സംഭവത്തിന് മുമ്പ് CPIMന്റെ പാർലമെന്ററി പാർട്ടി നേരത്തെ വിളിക്കുമ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അവരില്ല, അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ച് അവരില്ല. അപ്പോൾ അവരെ ആരോ മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യം തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അവരെ. നിലവിൽ മകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചതിലടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് നീക്കം. 24 കൊച്ചി.